ശരിക്കും ഓരോരോ സ്വഹാബി വര്യന്മാരൊക്കെ അള്ളാൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച ചരിത്രങ്ങൾ കേൾക്കുമ്പോൾ, വായിക്കുമ്പോൾ, കാണുമ്പോൾ ശരിക്കും എനിക്കൊക്കെ തോന്നാറുണ്ട്, പടച്ചോനെ എന്തിനാ ഇതൊക്കെ എന്നെ ഇങ്ങോട്ട് പടച്ചു വിട്ടത് എന്ന്. കാരണം അതിൻ്റെ ഒരു അംശം പോലും എനിക്കൊന്നും ഹബീബിനെ സ്നേഹിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ശരിക്കും എനിക്കൊരു ഉത്തരവല്ല, ശരിക്കും മടുപ്പ് തോന്നാണ് ജീവിതത്തോട്. മഹാനായ മുആദ് റളിയല്ലാഹുവിൻ്റെ ഒരു ചരിത്രമുണ്ട്. മഹാനവറുകൾ യമനിലെ ഗവർണറായിട്ട് നിയോഗിക്കപ്പെട്ടപ്പോൾ അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനവറുകളെ യാത്ര അയക്കാണ്. അങ്ങനെ ആ ഒട്ടകത്തിൻ്റെ മൂക്കുകാരൊക്കെ പിടിച്ചിട്ട് ആ മണ്ണിലൂടെ അള്ളാഹിൻ്റെ ഹബീബ് ഇങ്ങനെ നടക്കുമ്പോൾ മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു ഇടറിയ ശബ്ദത്തോടെ ചോദിക്കുന്നുണ്ട്, അള്ളാഹിൻ്റെ ഹബീബേ, നിങ്ങൾ മക്കയിലായിരുന്നപ്പോൾ എന്നെ നിങ്ങൾ മദീനയിലേക്ക് അയച്ചു, ഇപ്പം നിങ്ങൾ മദീനയിലായപ്പോൾ എന്നെ യമനിലേക്ക് അയക്കുകയാണോ ഹബീബേ? ഇങ്ങളെ പിരിയുന്ന വേദന മുആദിന് താങ്ങാനാവുന്നില്ല ഹബീബേ എന്ന് പറയുന്ന ആ ഒരു രംഗമൊന്ന് ആലോചിച്ച് നോക്കി. അവർ എത്രത്തോളാണല്ലേ അപ്പോൾ അള്ളാഹിൻ്റെ ഹബീബിനെ സ്നേഹിച്ചത്. അവരുടെ ഉള്ളിൽ അത്രത്തോളം ആയിരുന്നു അള്ളാഹിൻ്റെ ഹബീബ്. പടച്ചോനെ, ഇതിൻ്റെയൊക്കെ ഒരു അംശം പോലും ഞങ്ങൾക്ക് നിൻ്റെ ഹബീബിനെ, ഞങ്ങളെ നേതാവിനെ സ്നേഹിക്കാൻ തൗഫീഖ് തരണേ അല്ലാ.